അല്ല, നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഏതുമാകട്ടെ, ആ ആപ്ലിക്കേഷന്റെ ഐക്കൺ പേരോടുകൂടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്താലോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എന്തിനാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന്. നമ്മുടെ മൊബൈൽ കൊണ്ട് കളിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവർ നമ്മളറിയാതെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കും, ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്കും. അവരെ ഒന്ന് കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഐക്കൺ പേരോടുകൂടി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർ വാട്സപ്പ് ആണെന്ന് വിചാരിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാൽക്കുലേറ്റർ ആയിരിക്കും ഓപ്പൺ ആകുക. ഫേസ്ബുക്ക് ആണെന്ന് വിചാരിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കലണ്ടർ ആയിരിക്കും ഓപ്പൺ ആകുക. അപ്പോൾ ഈ രൂപത്തിൽ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് തുടർന്ന് നമുക്ക് വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഇനി യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മൊത്തം ഇവിടെ കാണാൻ സാധിക്കും. ഇനി താഴ്ഭാഗത്ത് കാണുന്നില്ല എങ്കിൽ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. മൊത്തം ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ ഐക്കണാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ വാട്സാപ്പ് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ വാട്സാപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ വാട്സാപ്പിൻ്റെ ഐക്കൺ ഏതാണ് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കാൽക്കുലേറ്റർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഐക്കൺ മാറിയിട്ടുണ്ട്. ഇനി പേര് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ കാൽക്കുലേറ്റർ എന്ന് തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, കാൽക്കുലേറ്റർ എന്ന് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മുകളിൽ ഓക്കെ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. 100% ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതാ ഇപ്പോൾ ഏകദേശം ഇവിടെ 100% ആയിട്ടുണ്ട്. ഇവിടെ ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഐക്കൺ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് നെക്സ്റ്റ് ഐക്കൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു ഐക്കൺ ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഫേസ്ബുക്ക് ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുകയാണ്. ഇതാ ഇവിടെ ഫേസ്ബുക്ക് ഉണ്ട്. ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഇവിടെ സെലക്ട് ചെയ്തു. ഇവിടെ ഫേസ്ബുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഐക്കൺ ഞാനിവിടെ ചേഞ്ച് ചെയ്യാണ്. ഇവിടെ കലണ്ടറിൻ്റെ ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തു. കലണ്ടറിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ കലണ്ടർ എന്ന് തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, കലണ്ടർ എന്ന് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മുകളിൽ ഓക്കെ കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. 100% ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇവിടെ ഏകദേശം 100% ആയിട്ടുണ്ട്. ഇവിടെ ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഹോം സ്ക്രീനിൽ ആഡ് ആകും. ഓക്കെ, ഇനി ഞാനിപ്പം ബാക്ക് വരികയാണ്. 2 ആപ്ലിക്കേഷൻ്റെ ഐക്കണും പേരുമാണ് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തത്. കണ്ടോ, ഈ ഒരു 2 ഐക്കണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ കാൽക്കുലേറ്റർ എന്ന ഭാഗത്ത് ടച്ച് ചെയ്യാണ്. അപ്പോൾ ഉടനെ വാട്സപ്പാണ് ഓപ്പൺ ആകുന്നത്. കണ്ടോ, ഇനി ഞാനിപ്പോൾ ബാക്ക് വന്നിട്ട് ഇവിടെ കലണ്ടർ എന്ന ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ നേരെ ഫേസ്ബുക്കാണ് ഓപ്പൺ ആകുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഏത് ആപ്ലിക്കേഷൻ്റെ ഐക്കണും അതുപോലെ തന്നെ പേരോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.